الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞ ആയത്തുകൾ വിശദീകരണ സഹിതം നാം കേൾക്കുകയും ചെയ്തു. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിൻ്റെ പാശത്തെ ഒന്നിച്ച് മുറുകെ പിടിക്കണം, ഭിന്നിക്കരുത്. ആ ഭിന്നിപ്പ് നിങ്ങളെ നരകത്തിലേക്കാണ് കൊണ്ടു ചാടിക്കുക. അതേ അവസരത്തിൽ ദുനിയാവിലും അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടാവുക. ഇത് വലിയ മുന്തിയ ഒരു കാര്യമാണ്. ദുനിയാവ് നഷ്ടപ്പെട്ടാലും ആഖിറത്ത് കിട്ടും എന്നുണ്ട് എങ്കിൽ അത് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ആഖിറത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ നരകത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ, ഭിന്നിപ്പും പിളർപ്പും കാരണം നരകത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തി എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സാഹോദര്യവും ഐക്യവും പരസ്പര സ്നേഹവും ബഹുമാനവും ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മോചിപ്പിച്ചു. അപ്പോൾ ദുനിയാവിൽ പരസ്പരം ശണ്ട കൂടി, പരസ്പരം രക്തം ചിന്തി, പരസ്പരം ശത്രുക്കളായി, അങ്ങനെ നിങ്ങളുടെ എല്ലാം അടിയറ വെച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത്. എന്നാൽ അങ്ങനെയുള്ള ഒരു ജീവിതം കഴിഞ്ഞ് പരലോകത്ത് ചെന്ന് നോക്കുമ്പോൾ സ്വർഗമാണ് കിട്ടാൻ പോകുന്നത് എങ്കിൽ ശരിയാ, നിങ്ങളുടെ നിലപാട് നഷ്ടകരമല്ല. പക്ഷേ നരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി ആഖിറത്തിൽ നരകമാണ് കിട്ടുന്നത് എങ്കിലും ദുനിയാവ് വളരെ സുഖവും സന്തോഷകരവുമായിട്ടാണ് പോകുന്നത് എങ്കിൽ ദുനിയാവെങ്കിലും കിട്ടി എന്ന് നിങ്ങൾക്ക് സമാധാനിക്കാം. പക്ഷേ അതും നിങ്ങൾക്ക് ഈ നിലപാട് മുഖേന കിട്ടാൻ പോകുന്നില്ല. പരസ്പരം കഴുത്തറുത്തും പരസ്പരം ശത്രുതയിലും പരസ്പരം വിദ്വേഷത്തിലും കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവർക്ക് സമാധാനമോ ശാന്തിയോ അല്ലെങ്കിൽ പരസ്പരമായ ഒരു ആദരവോ ബഹുമാനമോ ഒന്നും തന്നെ ദുനിയാവിൽ വെച്ചും ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖസിറത് ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറത്തും അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്നവർ ചിന്തിക്കണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പരസ്പര സ്നേഹത്തോടുകൂടിയും സാഹോദര്യത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയുമാണ് മുസ്ലിം സമൂഹം കഴിച്ചുകൂട്ടേണ്ടത്, ഐഹിക ജീവിതത്തിൽ മുന്നോട്ടു പോവേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് ശക്തി പകരും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിശ്വാസികൾ, അനുയായികൾ എന്നുള്ള അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മതിപ്പും അന്തസ്സും ഉണ്ടാക്കി തീർക്കും. ഈ നിലപാട്, ഈ സാഹോദര്യത്തിന്റെ നിലപാടല്ല നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ക്ഷീണം വരുത്തും, ദൗർബല്യം വരുത്തും, നിങ്ങൾക്കത് അങ്ങേയറ്റം ദോഷകരമായി തീരും. ഇതും അല്ലാഹു പ്രത്യേകമായി വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചതാണ്. അത്തിയഉല്ലാഹ വ അത്തിയഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ പരസ്പരം കലഹിക്കരുത്.
നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത് എന്നല്ല പറയുന്നത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അതിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നു. ഏതെല്ലാം ഒരു പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളാവാം എന്നതിനെ സംബന്ധിച്ച്. പക്ഷെ നിങ്ങൾ കലഹിക്കരുത്. വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും. അപ്പോൾ പരസ്പരം കലഹിക്കാൻ നിന്നാൽ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളുടെ കാറ്റുപോകും എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ വതദ്ഹബ റീഹുക്കും. നിങ്ങൾ ഒന്നുമല്ലാതായിത്തീരും. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മതിപ്പും ഉണ്ടാവുകയില്ല. അത് തമ്മിൽ കീറുന്ന ഒരു സംഘം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരവാക്കുകളും അങ്ങേയറ്റത്തെ ദുഷിച്ച പദപ്രയോഗങ്ങളും നടത്തുന്ന വിഭാഗം. ഈ രൂപത്തിൽ മറ്റുള്ളവർ വളരെ വെറുപ്പോടും അങ്ങേയറ്റത്തെ ദുഷിപ്പോടും കൂടിയായിരിക്കും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ മതസംഘടനകളും മതപണ്ഡിതന്മാരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് വലിയ ഇസ്ലാമിന്റെ സേവനമാണ് ഇത് മുഖേന ചെയ്യുന്നത് എന്ന് അവർ ഓരോരുത്തരും വാദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് മുഖേന ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എന്ത് മഹത്വമാണ്, എന്ത് ആദരവാണ്, എന്ത് സേവനമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ തെരുവുകൾ തോറും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണത്തിന്റെയും അതുപോലെ ഖണ്ഡനമണ്ഡനങ്ങളുടെയും ശൈലികൾ വലിയ വലിയ വിവരമുള്ള ആളുകളാണ് എന്ന് പറയുന്നവരെയാണ് ഇതിന് കൊട്ടിഘോഷിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ വന്ന് സമുദായത്തെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ ദീനിനെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളിൽ ഏതാണ് സത്യം, ഏതാണ് ശരിയെന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനു വേണ്ടി പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ, അതിനു വേണ്ടി പ്രയോഗിക്കുന്ന സൂത്രങ്ങൾ, അത് ആരെയും നാണിപ്പിക്കുന്നതും ആരെയും ലജ്ജിപ്പിക്കുന്നതുമായ രീതിയിലുള്ളതാണ്. എതിരാളികൾ പറയാത്ത കാര്യങ്ങൾ അവരുടെ വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും അവരുടെ ലേഖനങ്ങളിൽ നിന്നും പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുമൊക്കെ വ്യാജമായി എടുത്ത് ഉദ്ധരിക്കുക. ഒരു പ്രബോധനത്തിന്റെ ഒരു ശൈലിയാണത്. വ്യാജമായ ഉദ്ധരണികൾ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ പെറുക്കിയെടുത്ത് അതിന്റെ കർത്താവ് യഥാർത്ഥത്തിൽ അതിനുദ്ദേശിക്കാത്ത രീതിയിലുള്ള അർത്ഥങ്ങൾ ചമച്ച് അത് ജനങ്ങളുടെ മധ്യത്തിൽ ഇതാ ഇക്കൂട്ടർ ഇന്ന രൂപത്തിലൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് തെറ്റായ പ്രചാരണങ്ങൾ നടത്തി അതിനെ വിമർശിക്കുകയും അതിനെ വഷളാക്കി ചിത്രീകരിക്കുകയും ചെയ്യുക. LCD പോലെയുള്ള ആധുനിക സജ്ജീകരണങ്ങളൊക്കെ സിഡികളും മറ്റുമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സർവ്വസാധാരണമായിരിക്കുന്നു. ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, പല വിഭാഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. പുസ്തകങ്ങളിലും അല്ലെങ്കിൽ വാക്കുകളിലും പ്രസംഗങ്ങളിലും ഒക്കെയുള്ള ഉദ്ധരണികൾ തെറ്റായ രൂപത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് എതിരാളികളെ കളിയാക്കുകയും എതിരാളികളെ അങ്ങേയറ്റത്തെ അപമാനത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന ഒരു ശൈലി. ഇത് ഇസ്ലാമികമായ ശൈലിയല്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഒരു ഇസ്ലാമിക സേവനം നിർവഹിക്കാനും സാധ്യമല്ല. ഇത് അള്ളാഹുവും റസൂലും പറഞ്ഞതിന് കടകവിരുദ്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. സത്യവിശ്വാസികളെ, വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയാ, ഒരാളെയും രണ്ടാളെയും ഒരു പാർട്ടിയെയും മറ്റേ പാർട്ടിയെയും അങ്ങനെ ഓരോരുത്തരെ ആയിട്ടല്ല വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനാണ്, മുസ്ലിമാണ്, ഇസ്ലാമിന്റെ അനുയായിയാണ്, പ്രവാചകനിലും അള്ളാഹുവിലും വിശ്വസിച്ചവനാണ് എന്ന് അവകാശപ്പെടുന്നവരെ, ആ അവകാശവാദം എല്ലാവർക്കും ഉണ്ടല്ലോ. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ മാത്രമാണ് എന്നേ അവകാശവാദത്തിന് അല്പമെങ്കിലും ഒരു വ്യത്യാസമുള്ളൂ. മറ്റുള്ളവരൊക്കെ പുറത്താക്കുന്നു, ഞങ്ങളിതല്ല എന്ന് ആരും പറയുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. പരിഹസിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ പാടില്ല. മറ്റുള്ളവനേക്കാൾ ഞാൻ ഉയർന്നവനാണ് എന്നും അവന്റെ ദൂഷ്യങ്ങൾ പൊതുജനമധ്യത്തിൽ പ്രദർശിപ്പിക്കാൻ ഞാൻ അർഹനാണ് എന്നുമാണല്ലോ ഈ പരിഹാസത്തിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുഷ്ടമനസ്സിൽ നിന്നാണ് പരിഹാസങ്ങൾ ഉയർന്നു വരിക. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. ഇതൊരു വ്യക്തി ചെയ്യുന്നതും സംഘടന ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ്.
ഇത് പലപ്പോഴും തന്നെ പഴയ കാലങ്ങളിൽ ഗോത്രപരമായിട്ടുള്ള അവരുടെ മേധാവിത്വവും ശത്രുതയുമായിരിക്കും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോ ഒരു ഗോത്രത്തിന് വേറൊരു ഗോത്രത്തോട് വിരോധമുണ്ട് എങ്കിൽ ആ ഗോത്രത്തെ പുലഭ്യം പറയുക, അവരെ പരിഹസിക്കുക, അവരെ അപഹസിക്കുക, അവരിൽ ഇല്ലാത്ത തിന്മകൾ എടുത്തു പറയുക, ജനമധ്യത്തിൽ അവരെ താറടിക്കുക, അതിന് കവിതയുണ്ടാക്കുക, ഇതൊക്കെ പണ്ടത്തെ ശൈലിയാണ്. നമ്മൾ പത്രങ്ങളും ലേഖനങ്ങളും അതുപോലെ മാസികകളും ഒക്കെ നിരന്തരം പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു, പുസ്തകങ്ങളും മറുപടികളുമായിട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പണ്ടുകാലത്ത് ഈ അച്ചടിയും അതുപോലെയുള്ള സൗകര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടൊക്കെ കവികളിലൂടെയാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കേൾക്കുക, മനപ്പാടാക്കുക, അത് അങ്ങാടികളിൽ പോയി പാടുക, അല്ലെങ്കിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടത്ത് വെച്ച് അത് കേൾപ്പിക്കുക, അങ്ങനെ മറ്റു വിഭാഗങ്ങളെ താറടിപ്പിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തന ശൈലിയുള്ള സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിലക്കിയത്. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. നിങ്ങൾ ഒരുപക്ഷെ ആരെയാണോ കളിയാക്കുന്നത്, ആരെയാണോ പരിഹസിക്കുന്നത്, ആരുടെ കുറ്റമാണോ എടുത്ത് സമൂഹമധ്യത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവരായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്നവനേക്കാൾ ഉത്തമൻ. അള്ളാന്റെ അടുത്ത് ആർക്കാണ് സ്ഥാനം, ആരുടെ അമലാണ് സ്വീകാര്യം, ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഏറ്റവും അടുത്തവനായി കരുതുന്നത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആരെയും ദുഷിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കൊച്ചാക്കാനോ ചെറുതാക്കാനോ അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്താനോ ശ്രമിക്കരുത്. അത് വ്യക്തിയും ശ്രമിക്കരുത്, സംഘടനയും ശ്രമിക്കരുത്. അതാണ് ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ. സ്ത്രീകളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഒരുപക്ഷെ ഈ പ്രവണത കൂടുതൽ കാണപ്പെടുന്നത് കൊണ്ടും അവരിൽ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിക്കുക എന്നുള്ള ഒരു പ്രകൃതം കൂടുതൽ ഉള്ളതുകൊണ്ടും ആയിരിക്കാം ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെടുന്നു. ആ സ്ത്രീകളുടെ കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ സാധാരണഗതിയിൽ ആണുങ്ങളോടൊരു കാര്യം പറഞ്ഞാലും അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. സ്ത്രീകളുടെ കാര്യം പ്രത്യേകമായി എടുത്തു പറയാറില്ല. നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആണുങ്ങളോട് മാത്രമുള്ള സംബോധനയല്ല, അതെല്ലാവർക്കുമാണ്. അപ്പോ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു വിഭാഗം വേറൊരു വിഭാഗത്തെ പരിഹസിക്കരുത് എന്ന് പറഞ്ഞാൽ ആ കൽപ്പന തന്നെ മതി ആണിനും പെണ്ണായിട്ടും. സാധാരണ ഖുർആന്റെ ശൈലി അനുസരിച്ച് ആ രൂപത്തിൽ മതി. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, സ്ത്രീകളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ദുഷിച്ചുകൊണ്ട് പറയരുത്. അപ്പൊ അതും തന്നെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ രൂപത്തിലുള്ള ഒരു നിലപാട് നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത്. അതുപോലെ വലാ തൽമിസു അൻഫുസക്കും വലാ തനാബസു ബിൽ അൽഖാബ്, ഇതൊക്കെ പരിഹാസത്തിന്റെ വ്യത്യസ്തമായ രീതികളാണ്. കുത്തിപ്പറയുക, മറ്റുള്ള ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ അയാളെ വ്രണപ്പെടുത്താൻ വേണ്ടി, അയാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുക, അല്ലെങ്കിൽ അയാൾ ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള പേരുകളും വിളിപ്പേരുകളുമൊക്കെ വിളിച്ചുകൊണ്ട് പരിഹസിക്കുക. ഇങ്ങനെ പല രൂപത്തിലുള്ള പരിഹാസത്തിന്റെ ഇനങ്ങളുമുണ്ട്. ഇതൊന്നും തന്നെ നിങ്ങൾ ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള പരിഹാസം അത് സംഘടനകൾ നടത്തുന്നതും അതുപോലെ വ്യക്തികൾ നടത്തുന്നതുമൊക്കെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി വിലക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നിലപാട് വിശ്വാസികൾക്ക് ചേർന്നതല്ല. അത് അവരിൽ ശത്രുത ജനിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. നിങ്ങളെ ഉറച്ചു നിൽക്കുകയും ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യണം. ഇതാണ് ദീനിന്റെ അനുയായികളോട് വിശുദ്ധ ഖുർആൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുമ്പോൾ, ഇസ്ലാമിന്റെ അനുയായികൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുമ്പോൾ, അവരെ ഇടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലോ, അങ്ങനെ ഉണ്ടാകാമല്ലോ സ്വാഭാവികമായിട്ടും. എല്ലാവർക്കും ഒരേ അഭിപ്രായം, ഒരേ വീക്ഷണം, ഒരേ നിലപാട്, ഒരേ ചിന്ത ആ രൂപത്തിലാവുകയില്ലല്ലോ. മനുഷ്യന്റെ പ്രകൃതം വ്യത്യസ്തമാണ്. അവൻ പല രൂപത്തിൽ ചിന്തിക്കുന്നു. പല അഭിപ്രായങ്ങളും ഒരാൾക്ക് ശരിയെന്ന് തോന്നുമ്പോൾ വേറെ അഭിപ്രായങ്ങൾ വേറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കും. ഇതൊക്കെ തെറ്റാണ് എന്നാണ് അയാളുടെ നിലപാട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ. അപ്പൊ അതിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം
ചില അടിസ്ഥാനങ്ങൾ, ഈ അടിസ്ഥാനങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അടിസ്ഥാനങ്ങൾ അത് ഖണ്ഡിതമായ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടതും വ്യക്തവുമാണ്. അതല്ലാത്ത രീതിയിലുള്ള വിശദാംശങ്ങൾ, ഈ വിശദാംശങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ് എന്ന് കണ്ടെത്താൻ ഓരോരുത്തരും ശ്രമിക്കണം. ആ ശ്രമിക്കാനുള്ള ബാധ്യത അത്തരം ആളുകൾക്കുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിനുണ്ട്. പക്ഷേ ഓരോരുത്തരും ശ്രമിച്ച് വ്യത്യസ്തമായ നിലപാടുകളിലാണ് അവർ എത്തിയത് എങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യുകയോ അത് തെറ്റായ ഒരു നിലപാടാണ് എന്ന് പറയുകയോ ചെയ്യുകയല്ല ഇസ്ലാം ചെയ്യുന്നത്. അടിസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നമസ്കാരം, 5 നേരത്തെ നമസ്കാരം, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുക, അതുപോലെ ഫറലായ കാര്യങ്ങൾ, റമദാൻ മാസത്തിലെ നോമ്പ്, അതുപോലെ ഹജ്ജ് കർമ്മം, ഇതൊക്കെ ഫറലായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളെ അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ, ഏകദൈവ വിശ്വാസം, അതുപോലെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അതുപോലെ മലായിക്കത്തുകളിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ യൗമുൽ ആഖിറത്തിലുള്ള പരലോകത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയും അല്ലാഹുവിങ്കിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിലുള്ള വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബുകളിലുള്ള വിശ്വാസം, ഇതൊക്കെയുണ്ടല്ലോ. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ മുസ്ലിം സമൂഹത്തിലെ എല്ലാവർക്കും യോജിപ്പാണുള്ളത്. അതിൽ വിയോജിപ്പുള്ളവർ ഉണ്ട്. വിശദാംശങ്ങളിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ, വുളൂഇന്റെ കാര്യത്തിൽ ഇന്ന കാര്യം, ഇന്ന കർമ്മം അത് അത്ര പ്രധാനമാണ്, അല്ലെങ്കിൽ അത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത്, ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ നമസ്കാരം, 5 നേരത്തെ നമസ്കാരം അത് ഫറളാക്കിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് നിർബന്ധമായും ഒരു മുസൽമാൻ, പ്രായപൂർത്തിയായ ഒരു മുസ്ലിം, മുക്കല്ലഫായ ഒരു മുസ്ലിം അനുഷ്ഠിക്കുക തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസമില്ലാത്ത മൗലികമായ കാര്യങ്ങൾ, ആ മൗലികമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് യോജിപ്പിന്റെ മേഖലയാണ്. അതല്ലാത്ത രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഗതാർഹമാണ് എന്ന നിലപാടാണ് നമ്മുടെ പൂർവികരായ മഹാന്മാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, സഹാബത്തുകളുടെ ഇടയിൽ പല കാര്യത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായത് നമുക്ക് ഖൈറാണ്. സഹാബിമാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർക്കിടയിൽ പല വിഷയങ്ങളെ സംബന്ധിച്ചും ഏകാഭിപ്രായമല്ല, വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. കാരണം അതുകൊണ്ട് പല വിഷയങ്ങളിലും കൂടുതൽ ഉദാരമായ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സൗകര്യമുണ്ടായി. ഒരേ ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ ആ വിഷയത്തിലെങ്കിൽ പിന്നെ അത് സ്വീകരിക്കല്ലാതെ നിവൃത്തിയില്ല. പല അഭിപ്രായങ്ങളുമുണ്ട്. ആ പല അഭിപ്രായങ്ങളും ഉള്ളതിൽ അത് കൂടുതൽ യോജിച്ചതും കൂടുതൽ പ്രായോഗികവും ആയ അഭിപ്രായം ഇന്നതാണ് എന്നൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മഹാന്മാരായ നമ്മുടെ ഉലമാക്കന്മാർ പറയാറുണ്ടായിരുന്നു, റഹ്മത്തുൽ ഉമ്മ ഫിഖ്തിലാഫിൽ അയിമ്മ, റഹ്മത്തുൽ ഉമ്മ ഫിഖ്തിലാഫിൽ അയിമ്മ. ഈ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം റഹ്മത്താണ്. അത് ഒരിക്കലും തന്നെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടമല്ല, അല്ലെങ്കിൽ ഒരു നാശത്തിനുള്ള കാരണമല്ല. വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സൗകര്യപ്രദമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, വളരെ പ്രാഥമികമായ, വളരെ അടിസ്ഥാനപരമായ ഓരോ മുസൽമാന്റെയും നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ സഹാബത്തിന്റെ ഇടയിലടക്കം ഉണ്ടായിരുന്നു. ഉദാഹരണമായി നമ്മൾ ഉളുവിനെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുക. ഉളുവിനെ സംബന്ധിച്ച് സൂറത്തുൽ മാഇദയിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. ഇത് നോമ്പിന്റെ വുളൂഇന്റെ ഒരു രൂപത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സൂക്തമാണ്. അതിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിന് തയ്യാറായാൽ, ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകണം, വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകളും കഴുകണം, ഇലൽ മറാഫിഖ്, മുട്ടുവരെ നിങ്ങൾ നിങ്ങളുടെ കൈയും അതുപോലെ തന്നെ നിങ്ങളുടെ മുഖവും കഴുകണം. വുളൂഇന്റെ പ്രധാനമായ
വളരെ സുപ്രധാനമായ ഭാഗങ്ങൾ, അത് ഏത് രൂപത്തിൽ എത്ര തവണ എന്നതിനെ സംബന്ധിച്ചൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മമുണ്ട്. അതാണ് അതിന്റെ പരിപൂർണമായ രീതി. അത് ഇല്ലാതെ ഈ ഖുർആനിൽ പറയുന്ന ആ രൂപത്തിൽ ഒരാൾ നിർവഹിക്കുകയാണ് എങ്കിൽ പോലും വുളു ആയി തീർന്നു. വുളുവിന്റെ കാര്യങ്ങളൊക്കെ അത് പൂർത്തീകരിച്ചു. പക്ഷെ അത് ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലാകുമ്പോൾ നമ്മൾ ആദ്യം മുൻകൈ രണ്ടും കഴുകി, അത് 3 തവണ കഴുകി, പിന്നെ കുപ്പിളിച്ച്, പിന്നെ മുഖം കഴുകി, പിന്നെ കൈ മുട്ടുവരെ കഴുകി, ഈ രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വുളു ആയി. അല്ല ഖുർആൻ പറയുന്നത് കൊണ്ട് മാത്രം അതാണ് വുളുവിന്റെ ഷർത്തുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രത്യേക വുളുവിന്റെ അടിസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതിൽ പറയുന്നു വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. അവിടെ എത്തുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തല നിങ്ങൾ തടവുക. തല തടവുമ്പോൾ ചില ആളുകളെ, ചില ഇമാമുകളെ സംബന്ധിച്ചിടത്തോളം തല മുഴുവൻ തടയണം, അതാണ് ഏറ്റവും ഉത്തമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമല് ആ രൂപത്തിലാണ് തെളിഞ്ഞു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് തല മുഴുവനായി തടയുന്നു. വേറെ ചിലർ വംസഹു ബിറുഊസിക്കും എന്ന് പറയുമ്പോൾ ആ തല മുഴുവൻ എന്നില്ല, ആ അറബി ഭാഷയിൽ വംസഹു ബിറുഊസിക്കും എന്ന് പറഞ്ഞാൽ അത് ബാ തബീൽ എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും എന്നുള്ള അർത്ഥത്തിലാണ് ആ ബാ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അല്പമെങ്കിലും തലയുടെ ഭാഗം നിങ്ങൾ തടവണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. വേറെ ചില ആളുകൾ വർജുലക്കും, നിങ്ങളുടെ ഇലൽ കഅബൈൻ എന്നും, വേറെ അവിടെ തന്നെ വർജുലിക്കും എന്നുള്ള വേറെ ഒരു ഖിറാഅത്തും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ രൂപത്തിൽ 2 വായന വായിച്ചാൽ 2 രൂപത്തിലും അതിന്റെ അർത്ഥങ്ങൾ മാറ്റം വരുന്നു. വർജുലക്കും ഇലൽ കഅബൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാലുകൾ കാലിന്റെ ഈ മടമ്പ് വരെ കഴുകണം എന്നുള്ളതാണ്. വർജുലിക്കും ഇലൽ കഅബൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലുകൾ നിങ്ങൾ കാലിന്റെ ഈ മടമ്പ് വരെ തടയണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ തലയും തടവുക, കാലും തടവുക. ആ രൂപത്തിൽ വുളു എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ രൂപത്തിലുള്ള അർത്ഥവ്യത്യാസങ്ങൾ ഈ വുളുവിന്റെ ആയത്തിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വുളു മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ തുടർന്നുള്ള ആയത്തിൽ പറയുന്നു ലാമസ്തുമുൻ നിസാ, സ്ത്രീകളെ നിങ്ങൾ സ്പർശിച്ചാൽ എന്ന് പറയുന്നു. സ്ത്രീകളെ സ്പർശിച്ചാൽ നിങ്ങളുടെ വുളുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അശുദ്ധി ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ആ ആയത്ത് സൂചിപ്പിക്കുന്നത്. അവിടെ വെള്ളം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ തയമ്മുമെങ്കിലും ചെയ്തുകൊണ്ട് ശുദ്ധി വരുത്തണം എന്നുള്ള തയമ്മുമിന്റെ ആയത്താണ് ഇതിന് ശേഷം പറയുന്നത്. ഇവിടെ ലാമസ്തുമുൻ നിസാ, സ്ത്രീകളെ നിങ്ങൾ സ്പർശിച്ചാൽ എന്നുള്ളതിന് ചില ഇമാമുകൾ അർത്ഥം പറയുന്നത് അവരുമായി ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നുള്ളതാണ്. കാരണം ലാമസ എന്ന് പറയുന്ന അറബി പദം ആ രൂപത്തിലുള്ള ഒരു ബന്ധത്തിനാണ് പറയുക എന്നവർ അതിനെ വ്യാഖ്യാനിക്കുന്നു. വേറെ ചില ആളുകൾ ലാമസ എന്നുള്ള പദം ലമസ എന്നുള്ള അർത്ഥത്തിലും വരും, വെറും സ്പർശിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെ തൊട്ടാൽ, അന്യ സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയും അല്ലെങ്കിൽ അശുദ്ധിയാകും എന്ന രൂപത്തിൽ അപ്പോൾ തയമ്മം ചെയ്യണം വുളുവിൽ വെള്ളം കിട്ടുന്നില്ല എങ്കിൽ എന്ന അഭിപ്രായവും പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരേ ഒരു ആയത്ത് വളരെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് നമ്മുടെ ഇമാമുകൾ പ്രകടിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇതില് ഏതാണ് ശരി, ഏതാണ് ഉത്തമം എന്ന് ഒരാൾ പഠിച്ച് അയാൾക്ക് ബോധ്യം വരുന്ന ഒരു അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് അപ്പൊ അതിലൊന്നും വലിയ ഒരു തർക്കത്തിനോ ആ രൂപത്തിലുള്ള ഒരു മറ്റുള്ളവരെ വഴിപഴപ്പിക്കുന്നതിനോ ഒന്നും ഒരു പ്രസക്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ സഹാബത്തിന്റെ ഇടയിൽ തന്നെ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവരുടെ ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ തലതച്ച് കീറുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തുന്ന ഒരു ശൈലിയോ ആ രൂപത്തിലുള്ള ഒരു സംസ്കാരമോ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ 31 മസ്അലകളിൽ മറ്റ് സഹാബിമാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്തിയിരുന്നു എന്ന് പ്രത്യേകം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. 31 മസ്അലകളിൽ മറ്റ് സഹാബിമാരുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യസ്തമായ വീക്ഷണമായിരുന്നു അവരുടേത് എന്ന്. ഉദാഹരണമായി 1-2 കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് കളവാണ് എന്ന നിലപാടാണ് ആയിഷ റളിയല്ലാഹു അൻഹാക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജിന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശാരോഹണം ഉണ്ടായപ്പോൾ അല്ലാഹുവിന്റെ സന്നിധാനത്തിലെത്തി, അങ്ങനെ സന്നിധാനത്തിൽ വെച്ച് അല്ലാഹുവെ കണ്ടു എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്, ചില ഇമാമുകളുണ്ട്. ഇമാം നവവിയെ പോലെയുള്ള ആളുകൾ ആ രൂപത്തിലുള്ള അഭിപ്രായക്കാരാണ്. സഹാബിമാരുടെ ഇടയിലും ആ രൂപത്തിൽ കണ്ടു എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്.
പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ചില ഹദീസുകളിൽ ചില വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. നൂറുൻ അന്ന അറാഹു, അതൊരു വെളിച്ചമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രകാശമാണ്. എങ്ങനെയാണ് എനിക്കത് കാണാൻ സാധിക്കുക? തിളങ്ങുന്ന ഒരു പ്രകാശത്തിൽ കണ്ണ് ഒരിക്കലും തന്നെ ഉറച്ചു നിൽക്കുകയില്ലല്ലോ, കാണാൻ സാധ്യമാവില്ല എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പ്രസ്താവന ഹദീസുകളിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെ സംബന്ധിച്ചാണ് പറയുന്നത്, ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ അത് കളവാണ്, ശരിയല്ല എന്നുള്ള നിലപാടായിരുന്നു അവരുടേത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വേറെ ഒരു അഭിപ്രായം ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരാൾ മരിച്ചുപോയാൽ ആ മയ്യത്തിന്റെ അഹ്ലികാര് ആ മയ്യത്തിന് വേണ്ടിയിട്ട് കരയുകയാണ് എങ്കിൽ, ആ മയ്യത്തിന്റെ നിര്യാണത്തിൽ കരയുകയാണ് എങ്കിൽ മരിച്ചുപോയ ആളുകൾ ശിക്ഷിക്കപ്പെടും എന്നുള്ള അഭിപ്രായം പലരും പ്രകടിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ ആളുകളൊക്കെ ഇങ്ങനെ അവരുടെ ഇടയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെ കരയുമ്പോഴൊക്കെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയോ മറ്റോ ഇത് അഭിപ്രായം പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരാൾ കരഞ്ഞാൽ മരിച്ച ഒരാളുടെ സാന്നിധ്യത്തിൽ കുടുംബത്തിലോ മറ്റോ ഉള്ള അയാളുടെ ബന്ധുക്കൾ അയാൾക്ക് വേണ്ടി കരഞ്ഞാൽ അതിന്റെ പേരിൽ ഈ മരിച്ച ആള് ശിക്ഷിക്കപ്പെടും എന്നുള്ളത് രൂപത്തിലുള്ള ചില ഹദീസുകളും കാണാം, ചില അഭിപ്രായങ്ങളും കാണാൻ സാധിക്കും. പക്ഷെ ഇതിന് കടുത്ത വിരോധമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹക്കുണ്ടായിരുന്നത്. അവരുടെ നിലപാട് പരിശുദ്ധ ഖുർആനിൽ വലാ തസ്റു വാസിറത്തും വിസ്റ ഉഖറ, ഒരാളും വേറൊരാളുടെ തെറ്റിന്റെ ഭാരം ചുമക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരാളുടെ തെറ്റിന്റെ ഭാരം ഒരാൾ ചുമക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി പറയുമ്പോൾ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ സഹോദരി സഹോദരന്മാരോ ഒക്കെ എന്റെ നിര്യാണത്തിന് ശേഷം മരിച്ചാൽ പിന്നെ ഞാനെങ്ങനെ അതിന് ഉത്തരവാദിയാകും, ഞാനെങ്ങനെ അതിന് ശിക്ഷിക്കപ്പെടും എന്നുള്ള വളരെ യുക്തിപരമായ ഒരു നിലപാടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടേത്. അപ്പോൾ അവർ ആ നിലപാടിന് എതിരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ ന്യായമായ അഭിപ്രായമാണ് അവർ പ്രകടിപ്പിച്ചത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതേ അവസരത്തിൽ ചില ഹദീസുകൾ ഇങ്ങനെ ഈ രൂപത്തിൽ വന്നപ്പോൾ അതിനെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു. ഒരാള് സാധാരണ ജാഹിലിയ അറബികളുടെ ഇടയിൽ ചില സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ആ സമ്പ്രദായം അനുസരിച്ച് ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി കരയാൻ വേണ്ടി പ്രത്യേകം ആളുകളെ ശട്ടം കെട്ടുകയും അതുപോലെ തന്നെ അവര് വന്നുകൊണ്ട് ഇങ്ങനെ ദിവസങ്ങളോളം അയാളുടെ പലതും എടുത്തു പറഞ്ഞുകൊണ്ടും അതുപോലെ ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും ഒക്കെ എങ്ങനെ കരയുകയും ആ രൂപത്തിലുള്ള നെഞ്ഞത്തടിച്ചും അതുപോലെ മാറത്തടിച്ചും ഒക്കെ ദുഃഖപ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം കരയുന്ന ആളുകളെ ഏർപ്പാട് ചെയ്യുകയും സ്ത്രീകളെ ഏർപ്പാട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. നായിഹത്ത് എന്നുള്ളതായിരുന്നു അവരുടെ പേര്. ഇങ്ങനെ പ്രത്യേകം കരയാനുള്ള സംവിധാനങ്ങൾ അതിനു വേണ്ടിയിട്ട് കരയാൻ വേണ്ടി പ്രത്യേകം സ്ത്രീകളെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ഏർപ്പാട് ചെയ്തുകൊണ്ട് മരിച്ചുപോയാൽ പിന്നീട് ഇയാൾക്ക് വേണ്ടി കരയുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ശിക്ഷ കൂടി ഇയാൾക്ക് കിട്ടും. കാരണം ഇയാൾ തന്നെയാണല്ലോ ഇതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തുകൊണ്ട് നേരത്തെ ഈ സംവിധാനങ്ങൾ ഒരുക്കിയത് ആ നിലക്ക്. അപ്പൊ അതല്ലാതെ കണ്ട് ഒരാൾ മരിച്ചു, ആ മരിച്ചതിന്റെ പേരിൽ അയാളുടെ വാപ്പയോ ഉമ്മയോ കുട്ടികളോ ആരെങ്കിലും ഒന്ന് കരഞ്ഞോ, ആ കരഞ്ഞതിന്റെ ശിക്ഷയൊക്കെ അയാൾക്ക് കിട്ടും എന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള സഹാബി വര്യകൾ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയെ പോലെയുള്ള മഹാന്മാർ അവർ പറയുന്ന ഒരു പല സഹാബത്തിന്റെ കാലത്തും അതിന് ശേഷവും പല വിഷയങ്ങളിലും പല നിലപാടുകളും ആളുകൾ സ്വീകരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല വിഷയങ്ങളിലും പല നിലപാടുകളും സ്വീകരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു, അവരുടെ കൂട്ടത്തിലും അവരുടെ ബിസ്മി ചൊല്ലുന്നവരും ബിസ്മി ചൊല്ലാത്തവരും ബിസ്മി പതുക്കെ ചൊല്ലുന്നവരും ഉറക്കെ ചൊല്ലുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ നമ്മളെ വലിയ തർക്ക വിഷയം കൂടിയാണ് പലപ്പോഴും. ഇപ്പൊ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി ജഹരിയായ നിസ്കാരം, മഗ്രിബിന്റെ നിസ്കാരമോ അല്ലെങ്കിൽ ഇശാവോ അല്ലെങ്കിൽ സുബ്ഹയോ നമസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മുടെ ശാഫിഈ മദ്ഹബുകാരൊക്കെ സ്വീകരിക്കുന്ന നിലപാട്. ചില ആളുകൾ അത് ഹനഫി മദ്ഹബിന്റെ മാതിരി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. ഇതിനെ സംബന്ധിച്ച് ഇമാം ഷാ വലിയുല്ലാഹി ദഹ്ലവി വളരെ പ്രഗത്ഭനായ വളരെ പ്രസിദ്ധനായ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി. അദ്ദേഹം പറയുകയാണ്, ഈ പൂർവീകരായ മഹാന്മാരിൽ സഹാബത്തിന്റെ കാലം മുതൽ ഇന്നേ വരെ എല്ലാ കാലഘട്ടങ്ങളിലും ഇത് ബിസ്മി ചൊല്ലുന്ന ആളുകളുണ്ട്, ബിസ്മി ചൊല്ലാത്ത ആളുകളുണ്ട്, ബിസ്മി രഹസ്യമായിട്ട് പതുക്കെ ചൊല്ലുന്ന ആളുകളുമുണ്ട്, ഉറക്കെ ചൊല്ലുന്ന ആളുകളുമുണ്ട്. ഇതൊക്കെ നടപ്പിലുള്ള സംഭവമായിരുന്നു. അതുപോലെ തന്നെ രക്തം ശരീരത്തിൽ നിന്ന് പോയാൽ വുളു മുറിയും എന്ന് കരുതുന്നവരും വുളു മുറിയുകയില്ല എന്ന് കരുതുന്നവരുമായ ആളുകളുണ്ട്. അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബ് പ്രകാരം
നമ്മുടെ ഒളു എടുത്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പോയാൽ ഒളു മുറിഞ്ഞു എന്നുള്ളതാണ്. ഇമാം മാലിക് അല്ലെങ്കിൽ ഇമാം ഷാഫിഈ പോലെയുള്ള മദ്ഹബുകളിൽ അങ്ങനെ ഒളു മുറിയുകയില്ല രക്തങ്ങൾ പോയാൽ. പക്ഷേ അതേ അവസരത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഇമാമുകളുടെ കയ്യിൽ ഇമാമുകളുടെ ശരീരത്തിൽ നിന്ന് രക്തമോ ഒക്കെ കാണുമ്പോൾ അവരെ പിന്തുടർന്നുകൊണ്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കളുടെ അഭിപ്രായ പ്രകാരം അയാൾ ഒളുല്ലാതല്ലേ നിസ്കരിക്കണേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തെ തുടരുന്നത്, നിങ്ങളെ നിസ്കാരം ശരിയാകും ഒളുല്ലാത്ത ഒരാളെ പിന്തുടർന്ന് നമസ്കരിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഇമാം മാലിക്കിനെ ഞാൻ എങ്ങനെ തുടർന്ന് നമസ്കരിക്കാതിരിക്കും? കാരണം ഇമാം മാലിക്കിന്റെ അഭിപ്രായം ഇതാണ്, രക്തം പോയാൽ ഒളു മുറിയുകയില്ല എന്നാണ്. അപ്പൊ ഇമാം മാലിക്കിനെ തുടർന്ന് നമസ്കരിക്കാതിരിക്കുകയോ എന്ന് ആ രൂപത്തിലുള്ള പരസ്പര ബഹുമാനം വെച്ച് പുലർത്തുന്ന ഒരു നിലപാടുകളായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി പറയുകയാണ്, പല ആളുകളെ സംബന്ധിച്ച് പല മദ്ഹബുകളെ സംബന്ധിച്ചിടത്തോളവും ലൈംഗികാവയവത്തെ സ്പർശിച്ചാൽ ഒളു മുറിഞ്ഞു എന്നുള്ള വിശ്വാസവും എന്നുള്ള അഭിപ്രായവും ഉണ്ട്. ഒരാൾ ഒളു എടുത്തതിന് ശേഷം തന്റെ ലൈംഗികാവയവത്തെ സ്പർശിക്കുകയാണ് എങ്കിൽ അയാളുടെ ഒളു മുറിഞ്ഞു എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു. ആ രൂപത്തിലുള്ള ചില ഹദീസുകളും കാണാം. വേറെ ചില ഹദീസുകളിൽ അത് നിന്റെ ശരീരത്തിലെ ഒരു അവയവം തന്നെയാണ്, ഒരു ഭാഗം തന്നെയാണ്, അപ്പൊ അതുകൊണ്ട് അത് സ്പർശിച്ചതുകൊണ്ട് ഒളു പോവുകയില്ല എന്നുള്ള അർത്ഥത്തിലുള്ള ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് നിലപാടും ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി പറയുകയാണ്, സഹാബത്തിന്റെ കാലം മുതൽ സഹാബികളുടെ ഇടയിൽ അങ്ങനെയുള്ള അഭിപ്രായമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇവരിൽ ആരും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ആക്ഷേപിച്ചു പറയുകയോ അതാണ് ശരി ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇതാണ് തെറ്റ് അതാണ് ശരി എന്നുള്ള രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയോ ചെയ്യുന്നത് കാണാൻ സാധിച്ചിട്ടില്ല എന്ന്. പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഒരു നിലപാടായിരുന്നു അവർ സ്വീകരിക്കാറുണ്ടായിരുന്നത്. ഹനഫി മദ്ഹബിലെ വളരെ പ്രസിദ്ധരായ രണ്ട് മഹാപണ്ഡിതന്മാരാണ് ഇമാം അബൂ യൂസുഫും ഇമാം മുഹമ്മദും. ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏറ്റവും അടുത്ത മഹാപണ്ഡിതന്മാരായ ശിഷ്യന്മാരാണ് ഇമാം അബൂ യൂസുഫും ഇമാം മുഹമ്മദും. ഇവരുടെ അഭിപ്രായം, ഈ നമ്മൾ സാധാരണ പെരുന്നാൾ സന്ദർഭത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാറുണ്ടല്ലോ, ഈ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് ഉറക്കെ ചൊല്ലുന്നത് സുന്നത്തല്ല എന്നുള്ള അഭിപ്രായമാണ് ഇവർക്കുള്ളത്. രഹസ്യമായിട്ട് അല്ലെങ്കിൽ പതുക്കെ ചൊല്ലിയാൽ മതി, വലിയ ഉറക്കെ ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. ഈ അഭിപ്രായക്കാരാണ് ഈ ഇമാം അഹ്മദും അതുപോലെ തന്നെ ഇമാം അബൂ യൂസുഫും അതുപോലെ ഇമാം മുഹമ്മദും. അതേ അവസരത്തിൽ ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്താണ് ഇവർ ജീവിച്ചിരുന്നത്. ഹാറൂൺ റഷീദിന്റെ അഭിപ്രായം, അദ്ദേഹവും വലിയൊരു പണ്ഡിതനായിരുന്നു, ഭരണാധികാരി ആയതോടൊപ്പം തന്നെ വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം തക്ബീറത്തുൽ ഇഹ്റാം ഉറക്കെ ചൊല്ലുന്നത് സുന്നത്താണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് സ്വന്തം അഭിപ്രായം ഇത് സുന്നത്തില്ല എന്നായിരിക്കെ അബൂ യൂസുഫും മുഹമ്മദും ഉറക്കെ തന്നെ ചൊല്ലുമായിരുന്നു എന്ന് നമുക്ക് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. സ്വന്തം അഭിപ്രായം ഇതിന് വിപരീതമായിട്ടും മറ്റുള്ള പ്രതിപക്ഷ അഭിപ്രായത്തിന് നൽകുന്ന പ്രാധാന്യവും ബഹുമാനവും എത്രത്തോളമാണ് എന്നാണ് ഇതിൽ നിന്നെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെയെല്ലാം തന്നെ മാന്യമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയും അത് ഒരിക്കലും ഒരു പരസ്പര ബന്ധത്തിനും പരസ്പര സ്നേഹത്തിനും ആദരവിനും പോറലേൽക്കാത്ത രൂപത്തിലാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിക സംസ്കാരം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതല്ലാത്ത വേറെ ഒരു സംസ്കാരം എവിടെ നിന്നോ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ സംസ്കാരത്തെ നാം തീർച്ചയായും തന്നെ പടികടത്തേണ്ടതുണ്ട്. ഇതിനൊരിക്കലും തന്നെ മുസ്ലിം സമൂഹം അരവ് നിൽക്കാൻ പാടില്ല, സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അതിനെ പിന്തുണക്കാൻ പാടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതൊരു വലിയ കാര്യമായിട്ടും അത് ചെയ്യുന്ന ആളുകൾ മഹാഹീറോകളായിക്കൊണ്ടും മനസ്സിലാക്കപ്പെടുന്ന ഒരു നിലപാട് ഒരിക്കലും ഉണ്ടാവരുത്. അത് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ്, ഉമ്മത്തിനെ നശിപ്പിക്കാനുള്ളതാണ്, പൈശാചികമാണ് എന്ന നിലപാട് സ്വീകരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഇതിനെ സംബന്ധിച്ച് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിയായ രീതിയിൽ പിന്തുടരുകയും അനുഗമിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.